ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഒരു സിറ്റിംഗ് പ്ലേസ് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൾറെഡി ഇവിടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രാഞ്ചസൊക്കെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇത് ഏത് ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റ് എന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മുമ്പ് ഇവിടെ നിന്ന് ഒരു വലിയ ട്രീയുടെ ബാലൻസ് റൂട്ടെല്ലാം വെട്ടിയെടുക്കുകയാണ് കോടാലിക്ക്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിറയെ ടൈം എടുത്ത് 2-3 മണിക്കൂർ എടുത്ത് തന്നെ ഫുള്ളായിട്ട് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ തൊട്ടാണ് നമ്മുടെ മെയിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ സെറ്റിംഗ് പ്ലേസ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യണത്. ഒരു റൗണ്ട് ഷേപ്പ് പോലത്തെ സ്റ്റോൺ വെച്ചിട്ട് നമ്മളൊരു ടേബിൾ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആൾറെഡി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ സ്റ്റോണിനെ കയറ്റി വെച്ചിട്ട് ഇതിനെ നമ്മൾ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. 2 ഇയേഴ്സിന് മുമ്പേ കളക്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റോണാണിത്. വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു സിറ്റിംഗ് പ്ലേസ് ഇതിൽ ചെയ്യാമെന്നുള്ള ഐഡിയയിൽ കൊണ്ടുവന്നതാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ചുറ്റിയെല്ലാം ഒന്ന് അടിച്ച് ലെവലാക്കുകയാണ്. ഈ സിറ്റിംഗ് പ്ലേസ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 റീസൺ ഉണ്ട്. ക്യാരംസ്, ചെസ്സ് ഇതുപോലത്തെ ഗെയിംസൊക്കെ നമുക്ക് നല്ലപോലെ ഇവിടെ ഇരുന്ന് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ കോഫി, സ്നാക്സൊക്കെ നമുക്ക് ഗാർഡനകത്തിരുന്ന് തന്നെ കഴിക്കാൻ പറ്റും. ഈ സിറ്റിംഗ് പ്ലേസ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഫ്ലോറിലുള്ള പാൽ ഗ്രാസിനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാലൻസ് ഗ്യാപ്പുള്ളതിനൊക്കെ ചെറിയ സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ചെയ്തെടുക്കുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കായിരിക്കും. ഒരു ഫോറസ്റ്റ് മെത്തേഡിലാണ് ഞാൻ ഇവിടെ ഗാർഡൻ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനൊരു 3-4 ലെയർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബോട്ടം ലെയർ, അതായത് നമ്മളെ ഗ്രൗണ്ട് ലെവലെന്ന് പറയുന്നതാണ് ഈ ഗ്രാസ് എല്ലാം പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞ ലെയറിൽ നമ്മൾ ഈ ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വരും. നെക്സ്റ്റ് ലെയറിലാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എല്ലാം ഒരു ആവറേജ് ഹൈറ്റ് ആയിരിക്കും. അതിൽ നിന്ന് എബോ ആയിട്ട് വളരുന്ന ട്രീസിന് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ഒന്നും കാണില്ല. അതെല്ലാം ജയൻറ്റ് ട്രീസ് ആയിരിക്കും. അത് നിങ്ങൾ ഈ ഫോറസ്റ്റൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ടേബിളിനുള്ള സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് റൗണ്ടിലുള്ള ചെറിയ സ്ലാബ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. ഇവിടെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടാണ്. സ്പിരിറ്റ് ലെവൽ വെച്ച് ഇതിൻ്റെ ലെവൽ കറക്റ്റ് ആക്കുകയാണ്. ടേബിൾ റെഡിയായി. ഇനി 4 പേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. മഞ്ജു ആണ് ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തരുന്നത്. ബേബി ഷവറിന് മുമ്പേ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ഫിനിഷ് ആക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. ബേബി ഷവറിൻ്റെ സ്റ്റേജും ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നീടുള്ള ഡേയ്സ് ഫോക്കസ് ഫുൾ അതിലോട്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം. ഫസ്റ്റ് സിറ്റിംഗ് പ്ലേസിനുള്ള സ്റ്റോൺ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതിലെ ബാലൻസ് വർക്കിംഗ് വീഡിയോ പാർട്ട് 2 ആയിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് വാച്ച് ചെയ്താൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ.